الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد رحمة للعالمين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം വിളിച്ചോതി വിശുദ്ധ ചെറിയ പെരുന്നാൾ ഒരിക്കൽ കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള വിശ്വാസി സമൂഹം നീണ്ട ഒരു മാസക്കാലം കഠിന പ്രയത്നത്തിലൂടെ നേടിയെടുത്ത ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ട് മനസ്സും ശരീരവും വസ്ത്രവും ഒരുപോലെ ശുദ്ധീകരിച്ച് നാഥന്റെ വിളിക്കുത്തരം ചെയ്ത് പടച്ചറപ്പിന്റെ ഭവനത്തിൽ അവനെ ധ്യാനിക്കാൻ, അവൻ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ഒത്തുകൂടിയിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സമ്മിശ്രമായ അനുഭവങ്ങളിലൂടെയാണ് പെരുന്നാൾ കടന്നു പോകുന്നത്. വിശ്വാസികൾക്ക് നീണ്ട ഒരു മാസം ഒരർത്ഥത്തിൽ സന്തോഷത്തിന്റെ മാസമായിരുന്നു, ആഹ്ലാദത്തിന്റെ മാസമായിരുന്നു. ആത്മീയമായി വിശ്വാസി സമൂഹം സന്തോഷിച്ച സുദിനങ്ങളായിരുന്നു ഇന്നലകൾ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നീണ്ട 11 മാസത്തെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിനൊരു കൃത്യമായ ബോധം, ദിശാബോധം നിശ്ചയിച്ചുകൊണ്ട്, നിർണയിച്ചുകൊണ്ട് കൃത്യമായ മാർഗരീതികളിലൂടെ ജീവിതത്തെ ക്രമീകരിക്കാനും ക്രമപ്പെടുത്താനും സാധിച്ച മാസമാണ് കഴിഞ്ഞ ഒരു മാസം. വിശ്വാസി സമൂഹം സന്ധ്യാസമയത്ത് കൊച്ചുകുട്ടികളോടൊപ്പം ഈ മേശയ്ക്ക് ചുറ്റും വിഭവങ്ങൾ ഒരുക്കി പള്ളിമിനാരങ്ങളിൽ നിന്ന് അലയടിക്കുന്ന വാങ്കൊലി പ്രതീക്ഷിച്ച് വാങ്കൊലി കേൾക്കുമ്പോഴേക്ക് കൈമുമ്പിലുള്ള ഈത്തപ്പഴം കഴിച്ച് സന്തോഷത്തോടുകൂടെ പടച്ചറപ്പിന് നന്ദി പറയുന്ന, പ്രാർത്ഥിക്കുന്ന സുദിനങ്ങൾ നമുക്കെന്തൊരു ഹരമായിരുന്നു. പാതിരാ സമയത്തും പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളികളിൽ ഒത്തുകൂടി വിശ്വാസി സമൂഹത്തിന് ക്ഷീണവും പ്രയാസവുമില്ലാതെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ എന്തൊരു താല്പര്യമായിരുന്നു. സുജൂദിലൂടെ, തഹജ്ജുദിലൂടെ രാത്രി എത്ര വൈകി കിടന്നാലും പ്രഭാതവാങ്കിന് മുമ്പ് എഴുന്നേറ്റ് അത്താഴം കഴിച്ച് പടച്ച റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ വേണ്ടി പള്ളിയിലെ വാങ്കൊലി പ്രതീക്ഷിച്ചിരുന്ന വിശ്വാസികളുടെ അനുഭവം എത്ര ഹൃദയഹാരിയായിരുന്നു. സന്തോഷത്തോടുകൂടെ ആത്മാർത്ഥമായി ആരാധനകളിലൂടെ ധന്യമാക്കിയ വിശുദ്ധമായ മാസം വിശ്വാസിയോട് വിട പറയുമ്പോൾ ആ അർത്ഥത്തിൽ വിശ്വാസി വിഷമിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. മറ്റൊരു വശത്ത് മുസ്ലിം സമൂഹം അത്യാഹ്ലാദപൂർവം പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും ഭൂമിക്ക് മുകളിൽ ആകാശത്തിനു താഴെ സർവ്വതും നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ജീവിതത്തിന് വേണ്ടി മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന കഥയോർക്കുമ്പോൾ അമിതമായി ആഹ്ലാദിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് എങ്ങനെ ആഘോഷിക്കാൻ കഴിയും? ആ അവസ്ഥയിൽ പിഞ്ചു മക്കളുടെ ശരീരത്തിൽ നിന്ന് നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ മണം, അതിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ തലം വെട്ടി നിൽക്കുമ്പോൾ ലോകത്തെ വിശ്വാസികൾക്ക് എങ്ങനെ അമിതമായി ആഹ്ലാദിക്കാൻ സാധിക്കും? സ്വന്തം മാതാവ്, സ്വന്തം പിതാവ്, സ്വന്തം സഹോദരങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് അവർക്കും ആഗ്രഹമുണ്ട് പെരുന്നാളിന് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ. പക്ഷേ അവർക്ക് എവിടെയും ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമല്ല. അവർക്കും താല്പര്യമുണ്ട് പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു പുത്തൻ പുടവ അണിയാൻ. പക്ഷേ എവിടെയും അവർക്കത് ലഭ്യമല്ല. അവർക്കും ആഗ്രഹമുണ്ട് കുടുംബങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പെരുന്നാളൊന്ന് സമുചിതമായി ആഘോഷിക്കാൻ. പക്ഷേ കയറിയിരിക്കാൻ അവർക്കൊരു ഭവനമില്ല, തല ചായ്ക്കാൻ ഒരു ഇടമില്ല. എപ്പോഴെങ്കിലും അന്തരീക്ഷത്തിൽ ഉരുണ്ടുകൂടുന്ന കാർമേഘത്തിന്റെ തണലല്ലാതെ, ലോകത്ത് മറ്റൊരു തണലുമില്ലാതെ
പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഗസയുടെ തെരുവീതികളിൽ യാതന അനുഭവിക്കുമ്പോൾ വിശ്വാസികൾ എങ്ങനെയാണ് അമിതമായി ആഹ്ലാദിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുക? മറ്റൊരു വശത്ത് മുസ്ലിമായി എന്ന കാരണത്താൽ അകാരണമായി ജയിലിലടക്കപ്പെട്ട പാവപ്പെട്ട മുസ്ലിമീങ്ങൾ പെരുന്നാളില്ലാതെ, തറാവീഹില്ലാതെ, നോമ്പില്ലാതെ, കുടുംബങ്ങൾ ഒരു നോക്കി കാണാൻ പോലും കഴിയാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട നിരപരാധികളായ ആളുകളുടെ നീണ്ട നിര മുസ്ലിം സമൂഹത്തിലുണ്ടായിരിക്കെ വിശ്വാസി സമൂഹത്തിന് അതൊക്കെ മറന്നുകൊണ്ട് എങ്ങനെ അമിതമായി അഹങ്കരിച്ചും ആഹ്ലാദിച്ചും ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയും? ഈ രണ്ട് സമ്മിശ്രമായ പ്രതികരണങ്ങൾക്കിടയിൽ വിശ്വാസി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോന്ന് പെരുന്നാളിന്റെ സുദിനത്തിലും വിഷമം അനുഭവിക്കുകയാണ്, പ്രയാസം അനുഭവിക്കുകയാണ്. അല്ലാഹു തആല ലോകത്തെ വിഷമം അനുഭവിക്കുന്ന മുഴുവൻ മുസ്ലിം സമൂഹത്തിനും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സുദിനത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെരുന്നാളിന്റെ സന്ദേശമായി ഓർമ്മപ്പെടുത്തുകയാണ്. ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭീഷണി, ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ എന്ന് ആലങ്കാരികമായി നാം പറയാനുള്ള വാക്കുപയോഗിച്ച് പറഞ്ഞാൽ ലോകത്ത് എവിടെയും ഭിന്നതയാണ്. പരസ്പരം കണ്ടുകൂടായ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. രാഷ്ട്രങ്ങൾ പരസ്പരം കുമ്പുകോർക്കുന്നു, പ്രവിശ്യകൾ പരസ്പരം പോർപിടിക്കുന്നു, നാടുകൾ പരസ്പരം തമ്മിലടിക്കുന്നു, കുടുംബങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും കോടതിയേറെയും ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഭിന്നിപ്പിന്റെയും വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും അസഹിഷ്ണുതയുടെയും വേരുകൾ ആണ്ടിറങ്ങിയ ഈ ലോകത്ത് വിശ്വാസ സമൂഹത്തോട് പെരുന്നാളിന്റെ സന്ദേശമായി എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച പരിശുദ്ധ വചനമാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. സങ്കുചിത താല്പര്യത്തിന് വേണ്ടി, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിൽ, കുടുംബ മഹിമയുടെ പേരിൽ, സമ്പത്തിന്റെ പരവതാനിയുടെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൂടായ്മയും കണ്ടുകൂടായ്മയും തൊട്ടുകൂടായ്മയും മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാം എന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാവരും സഹോദര തുല്യരാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിച്ച് ഏകോദര സഹോദരന്മാരെ പോലെ ഒരു മനസ്സോടെ, ഒരുമയോടെ, സ്വരുമയോടെ, സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്ന് ഈ വിശുദ്ധ പെരുന്നാളിന്റെ സന്ദേശമായി എന്റെ ശബ്ദം ശ്രമിക്കുന്ന വിശ്വാസ സമൂഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശുദ്ധ വചനം വലാ തഹാസദു വലാ തനാജസു വലാ തബാഗദു വലാ തബാദറു വലാ യബിഅ ബഅദുകും അലാ ബൈഇ ബഅദ് വകൂനു ഇബാദല്ലാഹി ഇഖ്വാന അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യദ്ലിമുഹു വലാ യഹ്ദുറുഹു വലാ യഖ്ദുലുഹു അത്തഖ്വാ ഹാഹുനാ കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം ഇർദുഹു മാലുഹു വനസബുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ വെക്കരുത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം വെച്ച് പുലർത്തരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങരുത്. നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ്, ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കണം. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. മുസ്ലിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. ഏക ഉദരത്തിൽ നിന്ന് പിറവിയെടുത്ത ഒരു ഉമ്മയുടെ മക്കളെ പോലെയാണ് ഇസ്ലാം എന്ന പ്ലാറ്റ്ഫോമിൽ മുസ്ലിം സമൂഹം മൊത്തമുള്ളത്. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൾട്ട് ചെയ്യരുത്, പരിഹസിക്കരുത്, ഒരാൾ മറ്റൊരാളെ തരം താഴ്ത്തരുത്. മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ മാനിക്കണം. അവന്റെ അന്തസ്സിനെ, അവന്റെ അഭിമാനത്തിനെ, അവന്റെ കുടുംബത്തെ, അവന്റെ ശരീരത്തെ അവനെ നിങ്ങൾ മാനിക്കണം എന്ന് വിശുദ്ധ ഹദീസിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. മത്തലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുമിഹിം കമസലിൽ ജസദ് ഇദാ ഇസ്തകാ മിൻഹു ഉദുൻ തദാഅ ലഹു സാഇറുൽ ജസദ് ബിസ്സഹരി വൽ ഹുമ്മ. മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ ഏത് കോണുകളിലുള്ളവരാണെങ്കിലും അവർ ഒരു ശരീരത്തിന്റെ വിവിധ പാർട്ടുകളെ പോലെയാണ്. ശരീരത്തിന്റെ ഏതെങ്കിലും ചെറിയ ഒരു അവയവത്തിന്റെ വേദനയോ മുറിവോ സംഭവിച്ചാൽ ചെറുവിരലിൽ മുറിവ് സംഭവിച്ചുകൊണ്ട് വേദന അനുഭവിക്കുമ്പോൾ ആ ചെറുവിരലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശരീരത്തിന്റെ മറ്റു മേഖലകളെല്ലാം, മറ്റു അവയവങ്ങളെല്ലാം പനിക്കുകയും ഉറക്കുപടിക്കുകയും ചെയ്ത് അവയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് കാണാറുള്ളത് പോലെ ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ മുസ്ലിമുണ്ടെങ്കിലും അവരെല്ലാം ഒരു ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ പോലെയാണ്. അവരുടെ ദുഃഖത്തിലും അവരുടെ പ്രയാസങ്ങളിലും അവരുടെ ഇല്ലായ്മകളും അല്ലായ്മകളും നിങ്ങളും കണ്ടറിഞ്ഞ് പരസ്പരം ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്.
പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ പെരുന്നാളിന്റെ സന്ദേശമായി പ്രധാനമായും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് വിശദമായി സംസാരിക്കുന്നില്ല. പരിശുദ്ധമായ റമളാൻ ശരീഫിന്റെ നീണ്ട 29 ദിനരാത്രങ്ങള് ആരാധനകളെ കൊണ്ട് ധന്യമാക്കി പിശാചിനെ ഭേദിച്ച് പിശാചിനുമേൽ ആധിപത്യം സ്ഥാപിച്ച് പിശാചിനെ തോൽപ്പിച്ച് പള്ളികളിലും ദീനീ സംരംഭങ്ങളിലും സജീവ സാന്നിധ്യം അറിയിച്ച് വ്രതമനുഷ്ഠിച്ച് പടച്ചിറപ്പിന്റെ മുമ്പിൽ തഹജ്ജുദ് പോലും നിസ്കരിച്ച് ഒരൊറ്റ വക്തും ഖളാ ആവാതെ പലപ്പോഴും ജമാഅത്തായി തന്നെ നിസ്കരിച്ച് നാം നേടിയെടുത്ത ആത്മീയമായ ഒരു ചൈതന്യമുണ്ട്. ഈദ് എന്ന് പറയുന്നതിന് വിവിധ അർത്ഥങ്ങളുണ്ട്. മടക്കം എന്നതിന്റെ അർത്ഥമാണ്. വിവിധ തലങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിനിങ്ങനെ ഒരു സൂചനയുണ്ട്, അതൊരു മടക്കമാണ്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായ്മയിലേക്ക്, പൈശാചിക മാർഗത്തിൽ നിന്ന് പടച്ചിറപ്പിന്റെ മാർഗത്തിലേക്ക്, എമ്പുരാനിൽ നിന്ന് തമ്പുരാനിലേക്ക് മടങ്ങാൻ, തമ്പുരാനിൽ നിന്ന് എമ്പുരാനിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസികളെ പരിശുദ്ധമായ റമളാൻ ശരീഫിന്റെ 29 ദിനരാത്രങ്ങളെ കൊണ്ട് നേടിയെടുത്ത ചൈതന്യങ്ങളെ തല്ലിത്തകർത്തുകൊണ്ട് അമിതമായ ആഘോഷങ്ങളിലൂടെ പിശാച് കൂട് തുറന്നിട്ട പട്ടിക്കുട്ടിയെ പോലെ ശൈത്താന്റെ ചങ്ങല പൊട്ടിച്ച് റമളാൻ ശരീഫിന്റെ അവസാനത്തോടുകൂടെ പുറത്തു വന്ന് മനുഷ്യ മക്കളെ നശിപ്പിക്കാനും ദുഷിപ്പിക്കാനും ദുഷിച്ച മാർഗങ്ങളിലേക്ക് വ്യതിചലിപ്പിക്കാനും വേണ്ടി പിശാചും പരിവാരങ്ങളും പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പിശാചിന്റെ ദുഷ്പ്രേരണയാണെന്ന് മനസ്സിലാക്കി പിശാചിന്റെ അത്തരത്തിലുള്ള ദുഷിച്ച പ്രവർത്തനങ്ങളിൽ അകപ്പെടാതെ ആത്മീയത കൈവിടാത്ത ആഘോഷങ്ങൾ ഈ വിശുദ്ധമായ ദിനത്തിൽ ആഘോഷിക്കണമെന്ന് എന്റെ വിശ്വാസ സമൂഹത്തോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. മക്കയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. വൈകുന്നേരം വരെ നൂൽ നെയ്ത് വസ്ത്രമുണ്ടാക്കും. വൈകുന്നേരത്ത് അതെല്ലാം തിരിച്ച് അതെല്ലാം നശിപ്പിച്ച് അവൾ പൊട്ടിച്ചിരിക്കും. അതുപോലെ ആവരുത് നിങ്ങൾ. റമളാനിന്റെ പകലന്തി പടച്ചിറപ്പിന്റെ മുകളിൽ പട്ടിണി കിടന്നുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും നിങ്ങളെല്ലാവരും നേടിയെടുത്ത ആത്മീയ ചൈതന്യം പെരുന്നാളെന്ന ഒരൊറ്റ ദിവസത്തോടുകൂടെ തച്ചെടുക്കുന്ന പ്രവണത ഒരിക്കലും എന്റെ വിശ്വാസ സമൂഹമേ നമ്മിൽ നിന്നും ഉണ്ടായിക്കൂടാ. പിശാചിന്റെ ദുഷിച്ച പ്രേരണകൾക്ക് വശംവദനാവാതെ ആത്മീയത കൈമുതലാക്കി പെരുന്നാൾ ആഘോഷിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാൾ നമ്മോട് വിളിച്ചു പറയുന്ന മറ്റൊരു സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശമാണ്. മറ്റൊരു സന്ദേശം സൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ്. ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി ഒരു ഉമ്മയുടെ വയറിൽ നിന്ന് പുറത്തു വന്ന് ആ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ മാറി മാറി ഈമ്പി കുടിച്ച ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാണ് ഭൂമിക്ക് വേണ്ടി ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി കണ്ണടച്ചാൽ ഒരു 5 പൈസ പോലും കവറിലേക്ക് കൊണ്ടുപോകില്ലെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും പെരുന്നാൾ ദിനത്തിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ കണ്ടാൽ സലാം പറയാതെ നാം എത്ര ദാനധർമ്മം ചെയ്തിട്ടും എത്ര നോമ്പെടുത്തിട്ടും എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും എത്ര പടച്ചിറപ്പിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് പോലും പ്രതിഫലം ലഭിക്കാത്തതാണെന്ന് വിശ്വാസി തിരിച്ചറിഞ്ഞിട്ട് പോലും ഒരു ഉമ്മ ഉപ്പയുടെ മക്കൾ പരസ്പരം കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നവർ ഒരു പെരുന്നാളും അവർക്ക് പടച്ചിറപ്പ് സ്വീകരിക്കുന്നില്ല. ഒരു നോമ്പും അല്ലാഹു അവർക്ക് സ്വീകരിക്കുന്നില്ല. അവരുടെ അമലുകളെല്ലാം നിഷ്ഫലമാണ്. പടച്ചിറപ്പിന്റെ മുമ്പിൽ ഒരു ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉമ്മ ഒരു ഉപ്പയുടെ മക്കൾ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ മിണ്ടിയും കൊണ്ടും കൊടുത്തും സ്നേഹം പങ്കിട്ടും കൈപിടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വസിക്കാത്തിടത്തോളം കാലം വർഷം മുഴുവൻ പട്ടിണി കിടന്നും വ്രതമനുഷ്ഠിച്ചിട്ടും പടച്ചിറപ്പിന്റെ മുമ്പിൽ പ്രതിഫലമില്ലെന്ന് മനസ്സിലാക്കി സ്വർഗപ്രവേശനമാണ് വിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ വിഘാതമാണ് കുടുംബബന്ധം വിച്ഛേദിക്കുന്നതെന്ന് മനസ്സിലാക്കി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ മിണ്ടാതെ നടക്കുന്നുണ്ടെങ്കിൽ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ കുടുംബത്തെ കോടതി കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ദുർവ്യയം ചെയ്യുന്നുണ്ടെങ്കിൽ പണവും സമയവും അതിൽ നിന്നും മാറി സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സന്തോഷത്തിന്റെ അന്തരീക്ഷം കുടുംബതലങ്ങളിൽ വെട്ടിത്തുറക്കണമെന്ന് ഈ വിശുദ്ധ ദിനത്തിൽ ഈ മഹല്ല് നിവാസികളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ലൈസൽ മാസിലു ബിൽ മുകാഫിർ വലാകിന്നൽ മാസിൽ അല്ലദീ ഇദാ ഖുതിഅത് റഹ്മുഹു വസലഹാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇങ്ങോട്ട് മിണ്ടുന്നവരോട് മാത്രം അങ്ങോട്ട് മിണ്ടുന്നവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ. ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രത്യുപകാരം ചെയ്യുന്നവനല്ല യഥാർത്ഥത്തിൽ ബന്ധം സ്ഥാപിക്കുന്നവൻ. മറിച്ച് ബന്ധം സ്ഥാപിക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഖുതിഅത് റഹ്മുഹു ഖദ് വസലഹാ.
ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവനോട് അങ്ങോട്ട് ബന്ധം ചേർത്തുക, ഇങ്ങോട്ട് മിണ്ടാത്തവനോട് അങ്ങോട്ട് മിണ്ടുക, ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാത്തവന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, സലാസത്തുൻ മൻ കുന്ന ഫീഹി ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ. 3 കാര്യങ്ങൾ ഒരു മനുഷ്യന് ഉണ്ടെങ്കിൽ അവന് വിചാരണയില്ലാതെ ഗ്രീൻ ചാനലിലൂടെ സ്വർഗ്ഗത്തിലെത്താൻ കഴിയുമെന്ന് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന് തുഅതി മൻ ഹറമക വതസിലു മൻ ഖതഅക. ഇങ്ങോട്ട് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. ഇങ്ങോട്ട് ആക്രമിക്കുന്നവൻ അങ്ങോട്ട് മാപ്പ് കൊടുക്കണം, ഇങ്ങോട്ട് ആക്രമിക്കുന്നവൻ അങ്ങോട്ട് മാപ്പ് കൊടുക്കണം. വൈകാരികമായി പ്രതികരിക്കാതെ, വിദ്വേഷപരമായി സമീപിക്കാതെ, വെറുപ്പിന്റെ ഭാഷയിൽ മുഖത്ത് നോക്കാതെ, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സമാധാനത്തിന്റെ പുഞ്ചിരിയോടുകൂടെ സഹോദരനോട് സഹവസിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സ്വർഗാവകാശി എന്നാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം എനിക്ക് പറയാനുള്ളത്, തിന്മക്കെതിരിൽ മുസ്ലിം സമൂഹം ഒന്നിക്കേണ്ട കാലമാണ് ഇപ്പോൾ. നമുക്കറിയാം, ലോകത്ത് നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും സുഖകരമല്ല. സമാധാനത്തോടുകൂടെ പ്രായാധിക്യത്താൽ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട പിതാവിനും മാതാവിനും വീട്ടിനകത്ത് സ്വൈരമായി അന്തിയുറങ്ങാൻ സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 30-40 വർഷമൊക്കെ ഗൾഫിൽ പോയി അറബികളുടെ ആട്ടും തുപ്പും സഹിച്ച് ഈ തുപ്പുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് ചുട്ടുപഴുത്ത മണലിനോട് പടപൊരുതിയിട്ട് നാട്ടിലേക്ക് ദീനാറും റിയാലും ദിർഹവും അയച്ചു കൊടുത്ത് മക്കളും ഭാര്യയും സുഖരുമന്മാരായി നാട്ടിൽ വസിച്ച് അവര് പ്രായാധിക്കൊണ്ട് രോഗമായി നാട്ടിലേക്ക് വരുമ്പോൾ സ്വസ്ഥമായി വീട്ടിൽ താമസിക്കാൻ കഴിയാതെ ഈ ഭാര്യ മക്കളാൽ ഒരുപക്ഷെ അറിവുര ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിമാറ്റപ്പെടുന്ന, അല്ലെങ്കിൽ വഴിയാധാരമാക്കപ്പെടുന്ന പാവപ്പെട്ട പ്രവാസികളുടെയും വൃദ്ധന്മാരുടെയും വൃദ്ധകളുടെയും കഥകൾ ദൈനംദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരളവോളം ഈ മക്കളെ വഴികേടിലാക്കുന്നതും ശരിയായ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതും അവരുടെ സാഹചര്യങ്ങളാണെങ്കിലും അവരുടെ കുടുംബത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അമിതമായ കോൺഫിഡൻസും അമിതമായ ഫ്രീഡം, സ്വാതന്ത്ര്യവുമാണ് ഈ മക്കളെ ഈ രൂപത്തിൽ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതു വലിയ പോലീസ് ഏത് രൂപത്തിൽ ശ്രമിച്ചാലും നമ്മുടെ നാടിനെ മദ്യവിമുക്തമാക്കാൻ കഴിയില്ല, ലഹരി വിമുക്തമാക്കാൻ കഴിയില്ല. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി കുരിശ് പടയോട് പടയെത്താൻ വേണ്ടി ആസൂത്രിതമായി ചെയ്ത് വിജയം വരിച്ച് സാക്ഷാത്കരിച്ച് രക്ഷപൂർത്തീകരിച്ച ഒരു തന്ത്രമുണ്ട്. അതെന്താണെന്ന് അറിയുമോ? സലാഹുദ്ദീൻ അയ്യൂബി ഏതെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സൈനിക നടപടികളുമായി ശത്രുക്കളെ നേരിടുകയല്ല. 25,000 ചെറുപ്പക്കാരായ യുവാക്കളെ സെലക്ട് ചെയ്ത് അവരെ ആത്മീയമായി വിദ്യ നൽകി, ആ ആത്മീയ മേഖലകളിൽ അവരെ പരിപോഷിപ്പിച്ച് ആത്മീയമായ വിദ്യ നൽകി അവർക്ക് ആത്മീയ ചിന്തയിൽ വളർത്തിക്കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, പടച്ചറപ്പിന്റെ മതത്തിന് വേണ്ടി, നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിന്റെ സമാധാനത്തിന് വേണ്ടി, ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി ശരീരത്തെയും മനസ്സിനെയും സമ്പത്തിനെയും സമർപ്പിക്കാൻ പര്യാപ്തമായ ഒരു പറ്റം ആളുകളെ ആദ്യം വാർത്തെടുത്തതിന് ശേഷം അവരിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങളെ സമുദ്ധരിക്കാനും സംസ്കരിക്കാനും പ്യൂരിഫൈ ചെയ്യാനും മലീമസമായ മനസ്സുകളെ വിശുദ്ധിയുടെ, സംശുദ്ധിയുടെ, പരിശുദ്ധിയുടെ സൽപാന്താവിലേക്ക് കൊണ്ടുവരാനുമുള്ള തീവ്ര ശ്രമം നടത്തിയതിലൂടെയാണ് സലാഹുദ്ദീൻ അയ്യൂബിക്ക് ഖുദ്സിനെ മോചിപ്പിക്കാൻ സാധിച്ചത്. വർത്തമാന കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ അപജയം അത് തന്നെയാണ്. ഭൗതികയുടെ അതിപ്രസരത്തിൽ, സമ്പത്തിന്റെ മികവിൽ ആത്മീയ മേഖലയെ പരിഹസിക്കുകയും പുറം കാലുകൊണ്ട് ചവിട്ടി മാറ്റുകയും ചെയ്ത് ആത്മീയ മേഖലയിൽ പഠിക്കാൻ ആളുകളില്ലാതെ അതിന് പ്രോത്സാഹനം ചെയ്യപ്പെടാത്ത വിധം അതിനെ തിരസ്കരിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വന്നതുകൊണ്ടാണ് ആത്മീയ ബോധമില്ലാത്ത യുവതലമുറയുടെ ആധിക്യമാണ് സത്യത്തിൽ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ മക്കളെയൊക്കെ വരുന്ന അധ്യയന വർഷമെങ്കിലും ആത്മീയ ബോധമുള്ള എന്റെ മാതാവും എന്റെ പിതാവും എന്റെ കുടുംബവും എന്റെ സഹോദരങ്ങളും ഇവരാണ്, അവരോട് ഇങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന, അവർ ഡിഗ്രി പഠിക്കട്ടെ, ഡോക്ടർമാരാവട്ടെ, IAS ഉദ്യോഗസ്ഥരാവട്ടെ, IPS ഉദ്യോഗസ്ഥരാവട്ടെ, പൈലറ്റുമാരാവട്ടെ, ഉയർന്ന തസ്തികകളിലും മേഖലകളിലും സേവനം ചെയ്യുന്നവരാവട്ടെ, പക്ഷേ അവരേത് മേഖലകളിലും സേവനം ചെയ്താലും അവരെ നൊന്തു പ്രസവിച്ച മാതാവ് തന്റെ മാതാവ് തന്നെയാണെന്നും തനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത തന്റെ പിതാവാണെന്നും തിരിച്ചറിയാനുള്ള കേവല ബോധവും ബുദ്ധിയുമുള്ള യുവതലമുറയാണ് ആധുനിക കാലം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദാഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖലകളിലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധയുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടുകൂടെ തിന്മകൾക്കെതിരിൽ, ലഹരിക്കെതിരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനോ
ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പ്രഭാഷണമോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ക്ലാസോ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ നിയമ നടപടികളോ പോരാ, മറിച്ച് കൂട്ടമായ തീരുമാനങ്ങളിലൂടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ ലഹരി വിമുക്ത മഹല്ലുകൾ രൂപപ്പെടുത്താൻ, ലഹരി വിമുക്ത വാർഡുകൾ രൂപപ്പെടുത്താൻ, ലഹരി വിമുക്ത പഞ്ചായത്തുകൾ രൂപപ്പെടുത്താൻ, അതിലേറെ ലഹരി വിമുക്ത കുടുംബങ്ങളെങ്കിലും സംസ്ഥാപിക്കാനുള്ള യജ്ഞവുമായി എന്റെ മഹല്ല് നിവാസികളെ നാം മുന്നോട്ടിറങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് മുൻപ് കഴിഞ്ഞു പോയ ബനൂ ഇസ്രായേലികൾ പടച്ചിറപ്പിന്റെ ശിക്ഷകളാൽ പരീക്ഷിക്കപ്പെട്ടതെന്നറിയോ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, യുഅനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാണ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അവരുടെ കാലഘട്ടങ്ങളിലുള്ള ആളുകൾ ശപിക്കപ്പെടുകയും പടച്ചിറപ്പിന്റെ തീക്ഷ്ണമായ പരീക്ഷണത്തിനും ശിക്ഷയ്ക്കും വിധേയമാക്കപ്പെടുകയും ചെയ്തതിന്റെ കാരണം അവർക്കിടയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അധർമ്മങ്ങൾക്കെതിരിൽ വിവരമുള്ളവരും യോഗ്യതയുള്ളവരും രക്ഷിതാക്കളും പ്രതികരിക്കാത്തത് കൊണ്ടും അതിനെതിരെ ശബ്ദിക്കാത്തത് കൊണ്ടും ഒരുപക്ഷെ ഞാൻ ഈ തിന്മയ്ക്കെതിരെ ശബ്ദിച്ചാൽ അടുത്ത ഇലക്ഷനിൽ എനിക്ക് വോട്ട് കുറഞ്ഞു പോയേക്കാമെന്ന് രാഷ്ട്രീയ പാർട്ടിക്കാർ ചിന്തിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റു സംഘടനകൾ ചിന്തിച്ചേക്കാം. ആ നിലയ്ക്ക് തിന്മയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും ആ തിന്മയ്ക്കെതിരിൽ ചെറുവിരലനക്കാൻ പോലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാവാത്തത് കൊണ്ടാണ് ബനൂ ഇസ്രായേലികൾ പടച്ചിറപ്പിന്റെ കഠിനമായ ശിക്ഷയ്ക്കും പരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ സമൂഹവും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളുടെ തീക്ഷ്ണമായ അനുഭവങ്ങളുടെ പ്രയാസങ്ങളുടെ ഐതിഹ്യങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ അത് തന്നെയാണ്. സമൂഹത്തിൽ ഉത്തരവാദിത്വപ്പെട്ട നേതൃത്വം, സമൂഹത്തിൽ ഉത്തരവാദിത്വപ്പെട്ട രക്ഷിതാക്കൾ തിന്മകൾക്കെതിരെ കണ്ണടക്കുകയും ഏതെങ്കിലും വിധേയ സമ്പത്ത് കുമിഞ്ഞു കൂടാനുള്ള മാർഗങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി എന്ന മക്കൾ, അത് മദ്യ വിൽപ്പന നടത്തിയിട്ടാണെങ്കിലും MDMA വിൽപ്പന നടത്തിയിട്ടാണെങ്കിലും ലഹരിയിലൂടെ ആണെങ്കിലും സാമ്പത്തിക ധനാഗമന മാർഗങ്ങളുമായി ബന്ധപ്പെടണമെന്ന കേവല ചിന്തയല്ലാതെ ധാർമ്മികമായ ബോധത്തിൽ നിന്ന് വളർന്നു വരുന്ന സമൂഹം വ്യതിചലിച്ചത് കൊണ്ടാണ് ഈ സമൂഹം ഈ നിലയ്ക്ക് അധപ്പതിക്കാനുള്ള കാരണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തിന്മകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം. ഒരേ മനസ്സോടെ രാഷ്ട്രീയ സംഘടന, കുടുംബ, സാമ്പത്തിക വൈജാത്യങ്ങളോ വൈവിധ്യങ്ങളോ മാറ്റിവെച്ചുകൊണ്ട് തിന്മകൾക്കെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. നിങ്ങളാണ് ഉത്തമ സമൂഹം. ഉത്തമ സമൂഹം നിങ്ങൾ ആകണമെങ്കിലുള്ള നിങ്ങളുടെ ക്വാളിറ്റി വിശുദ്ധ ഖുർആൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്. നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാവണം. തിന്മകൾക്കെതിരെ നിങ്ങൾ ശബ്ദിക്കുന്നവരാകണം. പരിശുദ്ധ ഖുർആന്റെ മറ്റൊരു വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരു വിങ് രൂപപ്പെടേണ്ടതുണ്ട്. ആ വിങ്ങിന്റെ സവിശേഷത എന്തെന്ന് വെച്ചാൽ അവർ നന്മ കൽപ്പിക്കുന്നവരാകണം, തിന്മ വിരോധിക്കുന്നവരാകണം. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന, ധർമ്മത്തിലേക്ക് വിളിക്കുന്ന, അധർമ്മത്തിനെതിരെ ശബ്ദിക്കുന്ന, അക്രമങ്ങൾക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന, അനീതിക്കെതിരെ ശബ്ദിക്കുന്ന, ഇത്തരത്തിലുള്ള വേണ്ടായ്മകൾക്കെതിരെ ശബ്ദിക്കുന്ന സമൂഹമാണ് മഹല്ലുകൾ രൂപപ്പെടേണ്ടത് എന്ന സന്ദേശം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഞാൻ എന്റെ ശബ്ദം അവസാനിപ്പിക്കുകയാണ്.